ഹായ് ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോ ആണോ അതോ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണോ നല്ലതെന്നുള്ളതാണ്. കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ കുറഞ്ഞ സ്റ്റോക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 2, 3, 4 സ്റ്റോക്സ് 10-ൽ താഴെ അത്രയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോ ആണെന്ന് പറയും. അപ്പോൾ കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോയുടെ നേരെ ഓപ്പോസിറ്റാണ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അപ്രോച്ച്. അതായത് നമ്മൾ എന്ത് ചെയ്യും? കുറേ അധികം സ്റ്റോക്സ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വെക്കും. ഇതിലേതാ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോനെ കുറിച്ച് നോക്കാം. കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോ ആണ് നല്ലതെന്ന് പറഞ്ഞിരിക്കുന്ന കുറേയധികം വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ വാറൻ ബഫറ്റ്, അതുപോലെ തന്നെ ബസന്ത് മഹേശ്വരി, അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് കൂടുതൽ വെൽത്ത് വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുക എന്നാണ് അവർ പറയുന്നത്. അതേ സമയത്ത് നമ്മുടെ പീറ്റർ ലിഞ്ചിനെ പോലത്തെ ആൾക്കാർ അവർ പറയുന്നത് എന്താ? ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് നല്ലത്. കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോ ആണെങ്കിൽ വളരെ കുറഞ്ഞ സ്റ്റോക്സ് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ചില ആൾക്കാരുടെ കയ്യിൽ 3, 4, 2 സ്റ്റോക്സ് ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഒരു കമ്പനി അല്ലേ, ആകെ 2, 3 കമ്പനികളല്ലേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. ഈ കമ്പനികൾ അവർ പ്രോപ്പറായിട്ട് വളർന്നിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ രീതിയിലോട്ട് ഇവർ പോയി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനെ കട്ട് ചെയ്യേണ്ടി വരും, പൊസിഷൻസ് കട്ട് ചെയ്യേണ്ടി വരും, പൊസിഷൻസ് ലൈറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗം ചിലപ്പോൾ നമുക്ക് ഇത് കാരണം നഷ്ടപ്പെടാം. പക്ഷേ പല ആൾക്കാരും എന്താ ചെയ്യുക? ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ അലോക്കേഷൻ കൂട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അപ്രോച്ചിൽ നമുക്ക് വരുന്നതിനേക്കാളും കൂടുതലായിരിക്കും ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം. അതാണ് പ്രശ്നം ഒന്നാമത്തെ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വൊളറ്റൈലായിരിക്കും അല്ലേ. പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് മതി അല്ലേ. ന്യൂസ് എന്ന് പറയുമ്പം മാർക്കറ്റ് ന്യൂസ് വേണമെന്നൊന്നുമില്ല, പക്ഷേ ന്യൂസ് വന്നു കഴിയുമ്പോൾ മാർക്കറ്റിന് എന്താണ് കൂടുതലൊരു പവർഫുള്ളായിട്ട് അവർക്ക് മാർക്കറ്റിനെ താഴത്തോട്ട് ഇടിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മുടെ കയ്യിൽ വളരെ കുറഞ്ഞ സ്റ്റോക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോനെ അത് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്ന സ്റ്റോക്ക് അല്ലേ, വളരെ കുറഞ്ഞ സ്റ്റോക്ക് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ചിലപ്പോൾ ഒരു സെക്ടറിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റോക്ക് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ആ സ്റ്റോക്ക് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൽ നമ്മൾ എടുത്തേക്കുന്ന സ്റ്റോക്ക് കൂടുതൽ റിട്ടേൺസ് തരണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സപ്പോസ് നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അപ്രോച്ചിൽ ചിലപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നിയ ഒരു 2, 3 കമ്പനികൾ ഉണ്ടാവും. ആ 3 കമ്പനികളെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് വയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷേ കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോയുടെ ആളെന്താ ചെയ്യുക? ആകെ ഒരു സ്റ്റോക്ക് മാത്രമേ പുള്ളി സെലക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്ക് എത്രത്തോളം പോകുന്നോ ചിലപ്പം ആ ഒരു കമ്പനി കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കുറച്ചൊന്ന് പെർഫോം ചെയ്തെത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് മോശം കമ്പനിയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മളിപ്പം ഏറ്റവും നല്ല കമ്പനി നോക്കി നമ്മൾ സെലക്ട് ചെയ്തു. ചിലപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പനി ചിലപ്പം ഈ പറയുന്ന കമ്പനിയേക്കാൾ കൂടുതൽ റിട്ടേൺസ് അല്ലെ, ആ ഒരു ഷെയർ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ചിലപ്പം കൂടുതൽ റിട്ടേൺസിലോട്ട് എത്തുന്നത് ചിലപ്പോൾ രണ്ടാമത്തെ കമ്പനി ആയിരിക്കും. അങ്ങനെയാണെങ്കിലും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇവർക്ക് നഷ്ടമാവുകയാണ് ഇവിടെ. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന സ്റ്റോക്ക് അല്ലെ, നമുക്ക് ഭാഗ്യം അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഗെയിമാണത് അല്ലേ. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി ഗെയിമാണ്, അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രോത്ത് കിട്ടുള്ളൂ. നമ്മൾ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആ ഒരു സംഭവം ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഭാഗ്യം കാരണമായിരിക്കും. അപ്പോൾ ഈ ഒരു കോൺസെൻട്രേറ്റഡ് അപ്രോച്ചിലോട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? നമ്മൾ എടുത്തേക്കുന്ന സ്റ്റോക്ക് ചിലപ്പം ഒത്തിരി അങ്ങ് പെർഫോം ചെയ്തില്ല എന്നും വരാം. അതേസമയം നമ്മൾ വിചാരിച്ച മറ്റേ സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്. പുള്ളി എടുത്തേക്കുന്ന സ്റ്റോക്കാണ് പെർഫോം ചെയ്തതെങ്കിൽ പുള്ളിനെ വെല്ലാൻ ആർക്കും പറ്റില്ല. കാരണം പുള്ളിയുടെ കയ്യിൽ ഒരേ ഒരു സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ആ സ്റ്റോക്കാണെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺസും തന്നു. അതേപോലെ തന്നെയാണ് താഴോട്ട് പോയി കഴിയുമ്പോഴും ആ സ്റ്റോക്ക് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്ക് ഒന്നും കിട്ടത്തുമില്ല. അപ്പോൾ ആ ഒരു കേസിൽ ആൾ പിക്ക് ചെയ്തേക്കുന്ന ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു കുറച്ച് സ്റ്റോക്സ്, ആ സ്റ്റോക്കാണ് പുള്ളിയുടെ ഭാവി. അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അപ്രോച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്തെല്ലാമെന്നറിയോ? വലിയ വലിയ കമ്പനികളല്ല. ഇപ്പം മാരുതി, അല്ലെങ്കിൽ നമ്മുടെ ടാറ്റ മോട്ടോഴ്സ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇങ്ങനത്തെ വലിയ വലിയ കമ്പനികളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ വലിയ കമ്പനികൾക്ക് അതിൻ്റേതായിട്ടുള്ള
പോരായ്മകളുണ്ട്. കാരണം അവർ ഓൾറെഡി വളർന്നു കഴിഞ്ഞു. ഇനി എങ്ങോട്ട് വളരാനാണ് അവർ, അല്ലെ? ഓൾറെഡി അവർ പരമാവധി സ്ഥലങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇനി അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്, അല്ലേ? ഇപ്പം അവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റേഞ്ചിൽ അവരിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അത് അത്ര വലിയ ഗ്രോത്ത് ഒന്നുമല്ല. ഇപ്പം നമ്മുടെ ഇൻഡെക്സിൻ്റെ ഗ്രോത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ GDPയുടെ ആ ഒരു നോമിനൽ ഗ്രോത്ത് ആ ഒരു റേഞ്ചിനേക്കാളും ശകലം ഒന്ന് കൂടുന്നുണ്ടാവും ചിലപ്പം ഈ പറയുന്ന കമ്പനികൾക്കൊക്കെ. നമ്മുടെ ഓട്ടോ സെക്ടറിൻ്റെ കമ്പനി ആണെങ്കിൽ ഇപ്പം എല്ലാം ഡൗൺ ആയിട്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഇൻവെൻട്രീസ് ഒന്നും വിറ്റ് പോകുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളൊക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. അപ്പോൾ അങ്ങനത്തെ കമ്പനികളല്ല ഞാൻ പറയുന്നത്. നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള, നല്ല രീതിയിൽ ഭാവിയിൽ റിട്ടേൺസ് കൊണ്ടുവരാൻ ചാൻസ് ഉള്ള ടൈപ്പ് കമ്പനികളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അപ്രോച്ചിലാണെങ്കിൽ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കേണ്ടത്. അങ്ങനെയുള്ള കമ്പനികൾ, അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ കമ്പനികളും എങ്ങനത്തെ കമ്പനികളാണ്, അത്രയും വെടിക്കെട്ട് കമ്പനികളാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഉറപ്പുള്ള കമ്പനികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 10-30 കമ്പനികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫോമൻസ് നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഉണ്ടാവും. കാരണം ഒന്ന് പെർഫോം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്നിന് പെർഫോം എല്ലാം ചെയ്യും. കാരണം നമ്മൾ എടുത്തേക്കുന്ന സ്റ്റോക്സ് എങ്ങനത്തെയാണ്, നല്ല രീതിയിൽ ഏർണിങ്സ് മൊമെൻറ്റൊക്കെ കൊണ്ടുവരുന്ന നല്ല സ്റ്റോക്കുകളാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും പെർഫോം ചെയ്യും. പിന്നെ പെർഫോം ചെയ്യാതിരിക്കാൻ എന്താ കണ്ടീഷൻ, കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം സംഗതികളൊക്കെ ചിലപ്പോൾ ചേഞ്ച് ചെയ്യും. ആ സമയത്ത് നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ അവനെടുത്ത് പുറത്തോട്ട് വലിച്ചെറിയും. അത്രയേ ഉള്ളൂ. നമ്മളതിനെ വിറ്റ് ഒഴിവാക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഏതെങ്കിലും ഒരു കമ്പനി ഇപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നമുക്കതിനെ സുഖമായിട്ട് ഒഴിവാക്കാം. കാരണം അതിൻ്റെ ആ ഒരു അലോക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ആർക്ക് പറ്റില്ല, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്ക് പറ്റില്ല. അല്ലെങ്കിൽ പറ്റില്ല എന്നല്ല, അവർക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാവും. അത് വിൽക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടെ നഷ്ടം സഹിക്കേണ്ടി വരും. അവരും എന്ത് ചെയ്യണം, നഷ്ടം വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു കമ്പനി നല്ല രീതിയിലൊന്നും ആ ഒരു ഗ്രോത്ത് കൊണ്ടുവരുന്നില്ലെങ്കിൽ അവരും വിറ്റൊഴിയേണ്ടതായിട്ട് വരും. പക്ഷേ ആ സമയത്ത് അവർക്ക് കൂടുതൽ എമൗണ്ട് നഷ്ടപ്പെടും. പക്ഷേ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അപ്രോച്ച് ചെയ്യുന്ന ആൾക്ക് അത്രയ്ക്കൊന്നും പൈസ നഷ്ടം വരില്ല. കാരണം അവരുടെ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് അലോക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളൊരു ഗുണം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അപ്രോച്ചിൽ കാണാൻ വേണ്ടി പറ്റും. അല്ലെ, നിങ്ങൾ മാക്സിൻ്റെ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അല്ലെ, നമ്മളിപ്പം 40 കമ്പനി അല്ലെങ്കിൽ ഒരു 30 കമ്പനി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള രീതിയിൽ, അല്ലെ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും റിട്ടേൺസ് കൂടുതൽ കൊണ്ടുവരാൻ ചാൻസ് ഉള്ള കമ്പനികൾ ഉണ്ടാവും, കുറേ എണ്ണം ഉണ്ടാവും. നമ്മൾ വിചാരിച്ച അത്രയും രീതിയിൽ നമുക്ക് റിട്ടേൺസ് തരാത്ത കമ്പനികളും ഉണ്ടാവും. പക്ഷേ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ലെവലിലോട്ട് നമ്മളെ പോർട്ട്ഫോളിയോനെ എത്തിക്കാൻ ഈ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അപ്രോച്ചിന് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ചാൻസ് ഉണ്ട് എന്നുള്ള ടേം ഞാൻ യൂസ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടോ? കാരണം കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോയിൽ നമ്മളിപ്പം ഒരു സ്റ്റോക്കാണ് എടുത്തതെന്ന് വിചാരിച്ചോ, ആ സ്റ്റോക്ക് നമ്മുടെ ഭാഗ്യവശാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ക് ഫാക്ടറോ പ്രോബിലിറ്റി എന്തോ ആയിക്കോട്ടെ, അത് കാരണം ചിലപ്പം നല്ലോണം പെർഫോം ചെയ്താൽ, അപ്പോൾ ആ ഒരു കേസിൽ കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോ ഉള്ള ആൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവാൻ ചാൻസും ഉണ്ട്. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിലാണെങ്കിൽ എല്ലാം കൂടി ഒരു ആവറേജ് ആയിട്ട് ഒരു സംഭവമായിട്ട് വരും. അതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം നമ്മളൊരു 10 സ്റ്റോക്ക് എടുത്തു, അല്ലെങ്കിൽ ഒരു 10-30 സ്റ്റോക്ക് എടുത്തു. ഈ സ്റ്റോക്ക് നമ്മൾ എടുത്തതിന് ശേഷം ഒരു 10 വർഷത്തേക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കില്ല. അങ്ങനത്തെ ഒരു അപ്രോച്ച് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അപ്രോച്ച് ആണെങ്കിൽ ശരി, നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്താ കാരണം? അങ്ങനെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഈ പറയുന്ന 10 വർഷം കൊണ്ട് കുറേ അധികം സൈക്കിൾസ് നടക്കും. അതായത് കുറേ കമ്പനികൾ അതിൻ്റെ ഇടയിൽ ഗ്രോത്ത് കുറയ്ക്കും, കുറേ അധികം കമ്പനികൾ ഗ്രോത്ത് കൂട്ടും, അല്ലെ? അങ്ങനെ കുറേ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, നമ്മൾ ഉദ്ദേശിക്കുന്ന റിട്ടേൺസിൽ ഒരിക്കലും അത് കിട്ടില്ല. 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ചില കമ്പനികൾ അത്രയും പക്കാ മോശമായി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നഷ്ടമാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത്രയും കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് സമയാസമയത്ത് ഈ സ്റ്റോക്കുകളെ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, ചേൺ ചെയ്തുകൊണ്ടിരിക്കണം. എന്നെങ്കിലും മാത്രമേ ഞാൻ പറയുന്ന പോലത്തെ ഒരു ഹ്യൂജ് റിട്ടേൺസിലോട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എത്തുള്ളൂ. അപ്പോൾ ഒരു 10-30 സ്റ്റോക്സൊക്കെ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾക്ക് ആ ഒരു 10 കമ്പനികളും അവരുടെ പിയേഴ്സും നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യണ്ടേ. അത് ഇടയ്ക്കിടയ്ക്ക് അതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നൊരു ഗോളിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ എങ്ങനെ പറ്റുന്നത്? അപ്പോൾ അങ്ങനെ നിങ്ങൾ മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ, കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ് കേട്ടോ. പക്ഷേ കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല.
കാരണം അവർ വളരെ കുറഞ്ഞ സ്റ്റോക്സ് മാത്രമല്ലേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ സ്റ്റോക്സിൻ്റെ പിയേഴ്സും ആ സ്റ്റോക്കും മാത്രം അവർ നോക്കിയാൽ മതിയാവും. അപ്പോൾ നിങ്ങൾ എത്ര സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണം എന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്? എത്രത്തോളം കമ്പനികളെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും, എത്രത്തോളം കമ്പനികളെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റും, ആ ഒരു ബേസിസിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുക. അപ്പോൾ അതുമാത്രം പോരാ, ഇവിടെ ഞാൻ പറഞ്ഞു ആ ഒരു വോളറ്റൈലിറ്റി. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പേടി വരാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമ്മളെടുത്ത സ്റ്റോക്കിൽ നമുക്ക് അത്രയും കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേടിയില്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഉറക്കമൊന്നും വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ടും പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് അത്രയും വോളറ്റൈലാണ്. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഇടിയും, ഇടയ്ക്ക് കയറിപ്പോവും. അപ്പോൾ അതൊക്കെ ബിയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ നിങ്ങൾക്ക് വേണം. എന്നെങ്കിലും മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്കറ്റിൽ നിന്ന് നല്ല രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് മെയിനായിട്ട് വേണ്ടത് നല്ല രീതിയിലുള്ള നോളജാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. ഈ വീഡിയോ ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.